നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ദുരന്തം. ബ്രസീൽ ടീമിനെ സ്പാനിഷ് മാധ്യമം മാർക്ക വിശേഷിപ്പിച്ചത് അങ്ങനെയാണ്. ദുരന്തമായി ബ്രസീൽ ടീം. ഇനി അവർ കാത്തിരിക്കുന്നത് ആരെയാ? വേൾഡ് കപ്പിലേക്ക് എന്നതിനേക്കാൾ വേഗത്തിൽ കിങ്സ് ലീഗിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന നെയ്മറെയാണോ അവർ കാത്തിരിക്കുന്നത്? പരിഹാസം അങ്ങ് ചുരിയുകയാണ് സ്പാനിഷ് മാധ്യമം. കിങ്സ് ലീഗ് നിങ്ങൾക്ക് അറിയാമല്ലോ, PK കിങ്സ് ലീഗ്, റിട്ടയർ ചെയ്ത താരങ്ങൾ കളിക്കുന്ന 5 a സൈഡ് മത്സരങ്ങളൊക്കെ നടത്തുന്ന കിങ്സ് ലീഗ്. അതിലേക്ക് പോകാൻ റിട്ടയർമെൻറ്റിന് അടുത്ത് നിൽക്കുന്ന നെയ്മറിലാണോ അവരുടെ പ്രതീക്ഷ? ബ്രസീൽ ദുരന്തമായി എന്നാണ് മാർക്ക പറയുന്നത്. ബ്രസീൽ മാധ്യമം ഗ്ലോബോ വിദേശ മാധ്യമങ്ങൾ എങ്ങനെയാണ് ബ്രസീലിൻ്റെ പരാഗ്വയ്ക്കെതിരെയുള്ള തോൽവിയെ വിലയിരുത്തിയത് എന്നതിനെക്കുറിച്ച് വിശദമായി ലേഖനം എഴുതിയിട്ടുണ്ടായിരുന്നു. അതിലാണ് മാർക്കയുടെ ഈ കാര്യം കൂടി പറയുന്നത്. മുങ്ങുന്ന കപ്പലാണ് ബ്രസീൽ എന്നാണ് മറ്റ് വിദേശ മാധ്യമങ്ങൾ ബ്രസീൽ ടീമിനെ കുറിച്ച് വിശേഷിപ്പിച്ചത് എന്നാണ് ഗ്ലോബ് പറയുന്നത്. കഴിഞ്ഞില്ല, എന്തൊക്കെയാണ് മാർക്ക പറഞ്ഞു വെക്കുന്നത് എന്ന കാര്യത്തിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. അതിലവർ പറയുന്നത് ഇങ്ങനെയാണ്: ബ്രസീൽ ഒരു ദുരന്തമായി കഴിഞ്ഞു. ഒരു ടീം ഇങ്ങനെ നശിക്കുക എന്നുള്ളത് എത്രത്തോളം നശിക്കാമെന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. പരാഗ്വയ്ക്കെതിരെയുള്ള ആ ഒരു പരാജയത്തിലെല്ലാം ഉണ്ട്. ബ്രസീലിൻ്റെ പ്ലെയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർ കൃത്യമായിട്ട് ആ പോസിബിലിറ്റി മുമ്പിൽ കാണുന്നു. വേൾഡ് കപ്പിന് ക്വാളിഫിക്കേഷൻ ലഭിക്കാതിരിക്കാനുള്ള സാധ്യത അവർ നേർ കാണുകയാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവർക്ക് ഒരു ഇൻസ്പിറേഷൻ വരുന്നില്ല, മോട്ടിവേറ്റഡ് അല്ല അവർ ടീമിന് വേണ്ടി കളിക്കുമ്പോൾ എന്നുള്ളതാണ്. നെയ്മർക്ക് വേണ്ടി ബ്രസീൽ കാത്തിരിക്കുന്നു അത്രേ. ആരാണ് നെയ്മർ? നെയ്മർ എന്ന മനുഷ്യൻ കിങ്സ് ലീഗിലേക്കാണ് വേൾഡ് കപ്പിനേക്കാൾ കൂടുതൽ അടുത്ത് നിൽക്കുന്നത്, റിട്ടയർമെൻറ്റിനോട് കൂടുതൽ അടുത്ത് നിൽക്കുന്നയാളാണ്. ഇങ്ങനെയുള്ള ഒരാളെയാണ് ഇനി അവർ പ്രതീക്ഷിക്കുന്നത്. മാർക്കയ്ക്ക് വേണ്ടി റോബർട്ടോ പെലോമർ എന്ന് പറയുന്ന റിപ്പോർട്ടറാണ് ഇങ്ങനെ എഴുതിയിട്ടുള്ളത് എന്നുകൂടി ഗ്ലോബോ എടുത്ത് പറയുന്നുണ്ട്. എന്നിട്ട് വീണ്ടും പറയുകയാണ്, വളരെ പേരുകേട്ട താരങ്ങൾ ബ്രസീലിൻ്റെ ടീമിലുണ്ട്. വിനി ജൂനിയർ, റോഡ്രിഗോ, അവരൊക്കെ വല്ലാതെ പരാജയപ്പെടുന്നു എന്നുള്ളത് സർപ്രൈസിങ് ആയിട്ടുള്ള കാര്യമാണ്. ടീമിൻ്റെ പെർഫോമൻസ് 2 കളിയിലും വളരെ മോശമാണ്. 2 പേരുടെ പ്രകടനവും മോശമാണ്. അതിൽ വിനിയുടെ കാര്യം കൂടുതൽ എടുത്തു പറയേണ്ടതുണ്ട്. അവർ ആ കളിയിൽ യഥാർത്ഥത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്ന പോലുമില്ല എന്ന അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ബ്രസീലിന് ഇനി യൂറോപ്യൻ കോച്ച് വേണം, ഇപ്പോൾ ആഞ്ചലോട്ടിയെ പോലുള്ളൊരു കോച്ച് വേണം എന്ന് പറയുന്നു. അത് യഥാർത്ഥത്തിൽ ഒരു ഐഡിയ ഓഫ് ഡെസ്പറേഷനാണ്. ബ്രസീലിൻ്റെ ഡെസ്പറേഷൻ എടുത്ത് കാണിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ആഞ്ചലോട്ടിയുടെ വാല്യൂ അല്ല അവർ അവിടെ നോക്കുന്നത്. അവർക്കൊരു ഐഡൻറ്റിറ്റി വേണം. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വിദേശ കോച്ചിനെ വേണം എന്ന തരത്തിലുള്ള ചർച്ചകൾ വരുന്നത്. ഡൊറിവാൾ ജൂനിയറെ പോലുള്ള ഒരു കോച്ചിനെ കൊണ്ട് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ടീമിനെ ദുരന്തത്തിലേക്കാണ് അയാൾ നയിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. സോ ബ്രസീലിനൊരു ഐഡൻറ്റിറ്റി വേണം. അതിനു വേണ്ടിയിട്ടാണ് വിദേശ കോച്ചിനെ നോക്കുന്നത് എന്നുപോലും ഇപ്പോൾ മാർക്കയെ പോലുള്ള മാധ്യമങ്ങൾ വിധി എഴുതുന്നു, വിലയിരുത്തുന്നു. തീർച്ചയായിട്ടും ബ്രസീൽ ടീമിൻ്റെ പരിതാപകരമായൊരവസ്ഥയാണ് ഈ കാണുന്നത്. തുടരൻ പരാജയങ്ങൾ അവരെ വലിയ രൂപത്തിൽ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വേൾഡ് കപ്പ് ക്വാളിഫയറിൽ പരാഗ്വയ്ക്കെതിരെയുള്ള കളിക്ക് മുമ്പ് ഇക്വഡോറിനെതിരെ വിജയിച്ചപ്പോൾ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ അത് വീണ്ടും അവതാളത്തിലാവുന്ന കാഴ്ചയാണ് പരാഗ്വയ്ക്കെതിരെ കണ്ടത്. ഇനി എന്താണ് മുന്നിൽ എന്നുള്ളതൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ് ബ്രസീലിയൻ ആരാധകരിൽ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.